തിരുവനന്തപുരം തമ്പാനൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡിലെ ഡ്രെയിനേജ് പൈപ്പ് പൊട്ടിയതോടെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. ദിവസവും 100 കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന റോഡിലെ ഡ്രെയിനേജ് പൈപ്പാണ് 3 ദിവസമായി പൊട്ടിയൊഴുകുന്നത്. നഗരസഭയ്ക്ക് പരാതി നൽകിയെങ്കിലും വിഷയത്തിൽ അധികൃതർ വേണ്ടവിധം പരിഹാരം കാണുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇതാണ് അവസ്ഥ. തമ്പാനൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഡ്രെയിനേജ് പൈപ്പ് പൊട്ടിയതോടെ ദുരിതത്തിലായിരിക്കുന്നത് യാത്രക്കാരാണ്. ദിവസവും 100 കണക്കിന് യാത്രക്കാർ വന്നു ചേരുന്ന ബസ് സ്റ്റാൻഡാണ്. ആരാധനാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഈ റോഡ് കടന്നു വേണം യാത്ര ചെയ്യാനും. ഇതിനിടയിലെ ഡ്രെയിനേജ് പൈപ്പ് പൊട്ടിയതോടെ യാത്രക്കാർക്ക് മൂക്ക് പൊത്തിയല്ലാതെ നടക്കാനും സാധിക്കില്ല. ഇവിടെ ഒരു പബ്ലിക് പൊതുസ്ഥാപനമുണ്ട്. ഇതിലൊക്കെ 100 കണക്കിന് ആൾക്കാർ ഡെയിലി യാത്ര ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത്. തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. പലരോടും കംപ്ലൈൻറ്റ് പറഞ്ഞു നോക്കി, പലരും വന്ന് നോക്കി. ഇത് ആരാണ് ചെയ്യേണ്ടതെന്നുള്ള തർക്കം വരെ തീർന്നിട്ടില്ല. പള്ളിയിലെ ആൾക്കാർക്ക് നമസ്കരിക്കാൻ പോലും പറ്റത്തില്ല. ഇത് അത്ര നജീസ്. ട്രാൻസ്പോർട്ടുകാരൻ 3 ദിവസം കൊണ്ട് ഈ കംപ്ലൈന്റ് ചെയ്തിട്ട് അവർ പറയുന്ന കോർപ്പറേഷൻ പറയുന്ന ട്രാൻസ്പോർട്ട്. നഗരസഭയ്ക്ക് മുൻപേ പരാതി നൽകിയതാണ്. എന്നാൽ കെ.എസ്.ആർ.ടി.സി ആണോ നഗരസഭയാണോ വിഷയത്തിൽ ഇടപെടേണ്ടതെന്ന സംശയത്തിലാണ് അധികൃതരും. ഇത് കണ്ടായിരുന്നു. ഒരു വട്ടം അവിടെ പൊട്ടി, അവിടുന്ന് ഓവർഫ്ലോ ഇവിടെ പൊട്ടി. രണ്ട് സൈഡിൽ കൂടെ 2 ഡ്രെയിനേജാണ് പൊട്ടിപ്പോയത്. വെള്ളം തെറിച്ച് വീഴും, ആളുകളുടെ പുറത്തെല്ലാം തെറിച്ച് വീഴുകയാണ് വാഹനം പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആരോട് പറയാനാ? ഇതൊക്കെ തന്നെ ഇപ്പം തന്നെ ഭയങ്കര സ്മെല്ലാണ് ഇവിടെ. ഇപ്പം ഇവിടെ എഞ്ചിൻ കാഫി കയറാൻ വന്നതാണ്. കയറണമെന്ന് തന്നെ ആലോചിക്കുകയാണ്. എന്തായാലും തമ്പാനൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡിൽ ഡ്രെയിനേജ് പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. അധികൃതർ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്കും ചോദിക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.